അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആളുകളോട് ചോദിച്ചിറങ്ങിയപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ചേട്ടാ എൻ്റെ ഒരു 2 പേരാണ് എന്നോട് പറഞ്ഞു ഞാൻ പ്രതീക്ഷ വന്ന ഇതല്ല. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിലൂടെയാണ് ഹൊറർ ഇരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് സിനിമ നല്ല പടങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം വരും, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ബൗണ്ടറി അതാണ്. സിനിമ നമ്മളെപ്പോഴാണ് ഡിമാൻഡ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റും. സിനിമയിലേക്കൊന്ന് സഹായിക്കുന്നത് കൈപിടിച്ച് കയറ്റാൻ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയില്ല. ഈ സംഭവം സിനിമയുള്ള കാലം തൊട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ അത് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ സിനിമയിൽ ചെയ്യുന്നതും ചെയ്യേണ്ടാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് എനിക്ക് തന്നെ ഫീലാവും. അത് അവർ ചിലപ്പോൾ കാണിച്ചിരുന്നിരിക്കും, കാണിക്കാതിരുന്നിരിക്കും. പക്ഷെ ഞാനത് സ്വയം തിരിച്ചറിയണം. അപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ പുള്ളിക്ക് ലാൽ സാറിൻ്റെ മകനാണെന്ന് കരുതിയിട്ട് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. ധ്യാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ റിലീസ് ഉണ്ടായിരുന്നത്. എല്ലാവരും ധ്യാനം പറയും, ധ്യാനം അല്ലാട്ടോ ഇവിടെ ഒരാളുണ്ട്. അത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക നേട്ടം നേടാനോ അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിൽ ഒരു വേഷം നേടാനോ മാത്രമായിട്ട് ഞാൻ വിളിക്കില്ല. നമ്മുടെ റൂട്ട് തെറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ സ്വയം ഒരു ധാരണ വരുമല്ലോ. ഇന്നത്തെ സിനിമ ഇറങ്ങുന്ന മെയിൻ പടങ്ങളുടെ പോസ്റ്റേഴ്സ് ഇതെല്ലാം കീറിയിട്ട് മാത്രമേ അപ്പുറത്തെ വീട്ടിലേക്ക് പോകുക അന്നത്തെ പത്രം കിട്ടുമായിരുന്നുള്ളൂ. നമ്മൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ അതിനെ കൈയേക്കുക എന്നുള്ള വലിയൊരു കാര്യം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ഞാനൊരു സിനിമ കണ്ടു, നമ്മുടെ രാജാവിൻ്റെ മകൻ പ്രണവിൻ്റെ ഒരു സിനിമ ഉണ്ട്. ആ സിനിമ കണ്ടപ്പോൾ പ്രണവിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി സിനിമയിൽ അഭിനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജിവിൻ. ഓയ്, നമസ്കാരം സാറേ. നമസ്കാരം. സുഖമാണ്. ജീവിതത്തിലെ പോലീസുകാരൻ, സിനിമയിൽ ഒത്തിരി പോലീസ് വേഷങ്ങൾ, പക്ഷെ അതിലൊക്കെ മാറി വ്യത്യസ്തമായൊരു വേഷമായിട്ടാണ് തിയേറ്ററിൽ കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. നമുക്ക് ഇങ്ങനൊരു വേഷം ഈ ഒരു സമയത്ത് കിട്ടി എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നുണ്ട്. അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമ ഞാൻ വേറെ പല രീതിക്കും പ്രതീക്ഷയാണ് ആ സിനിമയ്ക്ക് പോയത്. പക്ഷെ എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് സിനിമ എത്തിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രതീക്ഷയും, ഞാനൊരു ഹൊറർ ഫിലിം കാണുമ്പം അതിൻ്റെ ഒരു തയ്യാറെടുപ്പോടുകൂടി പോകണം, പക്ഷേ ആ രീതിക്ക് പോകണം. പക്ഷെ അത് പോകുമ്പം അങ്ങനെ വേണ്ട, എന്നാൽ അത് വേണം, അങ്ങനെ പല രീതിക്ക് ചിന്തിപ്പിച്ചു ഈ സിനിമ എന്നുള്ളതാണ്. അതൊരു ഡയറക്ടറിൻ്റെ ഒരു കഴിവ്, അതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു സംഭവങ്ങൾ എല്ലാം കൂടെ കോർത്തിണക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് എനിക്ക് കിട്ടി. ഞാൻ വേറെ രീതിക്ക് പ്രതീക്ഷയെങ്കിലും അതല്ല എനിക്ക് കിട്ടുക, വേറെ രീതിക്ക് എനിക്ക് കിട്ടി. അപ്പം ഞാനൊരു സന്തോഷവാനാവുന്നു, ഞാനൊരു പ്രേക്ഷകൻ തൃപ്തനായിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആളുകളോട് ചോദിച്ചിറങ്ങിയപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ചേട്ടാ എൻ്റെ ഒരു 2 പേരാണ് എന്നോട് പറഞ്ഞു ചേട്ടാ ഞാൻ പ്രതീക്ഷ വന്ന ഇതല്ല, പക്ഷേ എനിക്ക് കിട്ടിയത് അതിനപ്പുറത്തേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് ആളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അത് താങ്കളുടെ അഭിനയത്തിൻ്റെ മികവ് എടുത്തു പറയുന്നുണ്ട്. അത് ഇപ്പം എൻ്റെ അഭിനയത്തിൻ്റെ മികവ് എന്നതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ച ഡയറക്ടറാണ്. അതും അദ്ദേഹത്തിൻ്റെ മാത്രം ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാര്യം ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രമേ അദ്ദേഹം ചെയ്യിച്ചിട്ടുള്ളൂ. നമുക്ക് ഒരു സംഭവം ചെയ്യുമ്പോൾ പോലും ഒരു ടേക്ക് എടുക്കുമ്പോൾ, ടേക്കിന് തൊട്ട് മുമ്പ് റിഹേഴ്സൽ ചെയ്യുമ്പോൾ, റിഹേഴ്സൽ ചെയ്യിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതല്ല, പുള്ളിക്ക് മനസ്സിലെ സിനിമ മൊത്തത്തിലുണ്ട്. ഓരോ ഫ്രെയിമും ഓരോ ഷോട്ടും പുള്ളിക്കറിയാം. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിലൂടെയാണ് ഹൊറർ ഇരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് എടുത്തു വന്ന സാധനം വരുമ്പോഴത്തേക്ക് പുള്ളി ഓരോ സീനും ഷോട്ടും മനസ്സിൽ കാണാപ്പാടായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം നമുക്ക് വന്ന് ഇതാണ് ഇതിൻ്റെ ഒരു മൂഡ്, ഇത് വെച്ച് ബാക്കി പ്രണവായാലും എന്നോടായാലും വന്ന് പറയും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് നമുക്ക് കറക്റ്റ് സാധനം, അധികം ടേക്കൊന്നും പോകണ്ട, നമ്മളെ എപ്പോൾ അത് കിട്ടും അപ്പോൾ ഓക്കെ പറഞ്ഞ ഇവിടെ നെക്സ്റ്റിലേക്ക് കയറുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു എന്തായിരിക്കും കഴിവിലാണ് ഇപ്പം ഇങ്ങനൊരു നല്ലൊരു അപ്രീസിയേഷൻ. സിനിമ തുടങ്ങുമ്പോൾ താങ്കളുടെ മുഖമാണ് കാണുന്നത് അല്ലേ, അവസാനിക്കാൻ പോകുമ്പോഴും താങ്കളെ കാണിച്ചാണ് നിർത്തുന്നത്. അത് തന്നെ ഒരു ഭാഗ്യവാനാണ് താങ്കൾ അല്ലേ? തീർച്ചയായിട്ടും. അത് ഈ പറഞ്ഞ പോലെ സിനിമ എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഷോട്ട് വെച്ചത് എനിക്കാണ് ഈ സിനിമയിൽ. അതല്ലേ? അതെ, അതൊരു വലിയ ഭാഗ്യം പോലെ ഞാൻ വിചാരിച്ചു.
ഇപ്പം കുറേ സിനിമകൾ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു 2024 ഏറ്റവും കൂടുതൽ സിനിമ 7 സിനിമകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു 13 അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ റിലീസ് ഉണ്ടായിരുന്നത്. എല്ലാവരും ധ്യാനം പറയും, ധ്യാനം അല്ലാട്ടോ ഇവിടെ ഒരാളുണ്ട്. അങ്ങനെയല്ല, ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം ചെറിയ പരിപാടി അല്ല എങ്കിലും ഉണ്ടെന്നാ പറഞ്ഞ സിനിമയിൽ ടോട്ടൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച 2024 അല്ലേ? 13 സിനിമകൾ പടങ്ങൾ ഇറങ്ങി, 13 സിനിമകൾ അഭിനയിച്ചു. 2024 ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 25 ഇത് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി സിനിമ വരാൻ കിടക്കുന്ന കഥ വേറെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ തന്നെ ഒന്ന് കുറച്ചു നേരം നിൽക്കാം. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പം ആദ്യം എന്താണ് തോന്നി? ഈ കഥ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് പറ്റിയൊരു വേഷമാണ്, പക്ഷേ ഇത് വേറെ റൂട്ടാണ് ഈ സിനിമ. നമ്മൾ ചെയ്യാത്ത റൂട്ടിലേക്ക് പോയി. അത് പ്രണവുണ്ട്, ആ സംവിധാനം നമുക്കറിയാം. നല്ല നല്ല സിനിമകൾ നമുക്ക് ഒരു സിനിമ തന്നെ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് ഒന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എവിടെ കൊണ്ട് എത്തിച്ച ഒരാളാണ്. അപ്പോൾ എന്താണ് തോന്നിയത്? ആക്ച്വലി ഞാനിത് വന്നൊരു റൂട്ടുണ്ട്. ഈ പടത്തിലേക്ക് എനിക്ക് ഈ കഥ കേൾക്കാനൊരു അവസരം വേണമെങ്കിൽ ഞാൻ ആ പടത്തിലേക്ക് ഒരു എൻട്രി കിട്ടണം. വേണം. ഇദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകളെല്ലാം, രാഹുലിൻ്റെ മുൻകാല സിനിമകളെല്ലാം നമ്മളെ ഓരോ മലയാളികളെയും കൊതിപ്പിച്ചിട്ടുള്ള രീതിയിലാണ് പുള്ളി എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു സീനെങ്കിലും ചെയ്യാൻ പറ്റണമെന്ന് വലുതായിട്ട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഈ സിനിമയിൽ പ്രണവിനെ വെച്ച് ലീഡ് അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി ആർട്ടിസ്റ്റുകളായിരുന്നു ഒന്നും നമ്മൾ പുറത്തറിയുന്നില്ല, എന്താണ് സംഭവം ഒന്നും അറിയില്ല. ഈ ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു രാഹുലിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മുൻ ദിന്നാഥ് പുത്തഞ്ചേരി. അപ്പം അദ്ദേഹമാണ് യാദൃച്ഛികമായിട്ട് എൻ്റെ ഒരു വീഡിയോ, ഇതുപോലൊരു ഇൻ്റർവ്യൂ റീൽ ഓടുന്ന കണ്ടിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് പുള്ളി. എന്നിട്ട് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ക്യാരക്ടറിനെ പുള്ളിയെ നമുക്കൊന്ന് നോക്കിയാലോ, അത് പറ്റുമോ നോക്കുമ്പോഴത്തേക്കും ഡയറക്ടറിനെ എന്തോ ആ മൊമെൻറ്റിൽ കണ്ടുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞാൽ നമുക്ക് ഇദ്ദേഹത്തെ കാണാം, സംസാരിച്ച് നോക്കാം എന്താണെന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതൊന്നും ഡയറക്ടറിന് അറിയില്ലല്ലോ. അപ്പോൾ കണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞ പോലെ ഈ ദിന്നാഥ് തുടങ്ങി വെച്ചൊരു റൂട്ടിലൂടെയാണ് ഞാൻ രാഹുലിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, എന്നാലും ഒരു ഫൈനലായിട്ടുള്ളൊരു സംഭവം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട്, അല്ല എൻട്രി ആയോ ഇല്ലെന്നൊരു കൺഫർമേഷൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ തരാൻ പറ്റുള്ളൂ. പക്ഷെ പുള്ളിക്ക് എന്നെ വർക്കായി എന്ന് പറഞ്ഞാണ് വിടുന്നത്. ഒരു ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് എന്നെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പരിപാടി തുടങ്ങുകയാണ് പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് എൻട്രി ആകുന്നത്. എനിക്ക് അതിനിപ്പോൾ കഥ പറഞ്ഞു തന്നായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്കറിയാം പുള്ളിയുടെ ഒരു മാജിക് സിനിമയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ കഥയിലോ അല്ലെങ്കിൽ വായിച്ച സ്ക്രിപ്റ്റിലോ ഒന്നും എനിക്ക് ഭയങ്കര ഹൊറർ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു അറിയാലോ, പുള്ളി എഴുതി വെച്ച സാധനത്തിന് പുള്ളിക്ക് അറിയാം ഇത് എവിടെയാണ് ഹൈ കയറുന്നത്, എവിടെയാണ് പ്ലെയിനായിട്ട് പോകുന്നത് അറിയാമെന്നുള്ള വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചെന്ന് ഒരു ടൂളായിട്ട് നിന്നാൽ മതി. അപ്പം അത് പുള്ളി നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചു എന്നുള്ളതാണ് സത്യം. അല്ല, ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പം ഈ സിനിമയിലെ ഓരോ യാത്രകൾ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് പല സമയത്തും പല രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഹൊറർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫീൽ ചെയ്തില്ല, പക്ഷേ നമുക്കും അങ്ങനെയാണ്. പക്ഷേ എന്നാ ഉണ്ട്. അതെ, പണ്ടത്തെ യക്ഷിക്കഥ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ, കാലങ്ങൾ മാറി അല്ലേ, ടെക്നോളജി മാറി. അപ്പോൾ യക്ഷിക്കഥ എന്ന രീതിക്കല്ല ഇത്, പക്ഷേ ഇതിൽ കഥയുണ്ട്. ആ കഥ നമ്മൾ പണ്ട് കേട്ട് വളർന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ മുത്തശ്ശിമാർ പറഞ്ഞ കഥകൾ കേട്ട് വളർന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്, മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകാം, അല്ലെ ജീവിച്ചിരുന്നാൽ ഇങ്ങനെ ഉണ്ടാകാം. ആ കഥകൾ നമ്മൾ കേട്ട കഥകളിൽ നിന്നും വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറിൻ്റെയും സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയ വലിപ്പം. അതാണ് ഈ ഡയറക്ടർ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ നമുക്ക് ഈ പ്രണവിൽ എടുത്തു പറയല്ലോ, ഒരു ലാലേട്ടൻ്റെ മോൻ അല്ലേ, താരരാജാവിൻ്റെ മോൻ മോഹൻലാലിൻ്റെ മകൻ പ്രണവുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ, ലൊക്കേഷനിൽ? ഞാൻ പേഴ്സണലി പുള്ളിയായിട്ട് ബന്ധപ്പെടുന്നത് സിനിമയുടെ പൂജയ്ക്ക് എത്തുമ്പോഴാണ്. ഞാൻ ആദ്യമായിട്ട് ലോകത്തുള്ളവരൊക്കെ പൂജയ്ക്ക് എത്തുമ്പോഴാണ് കാണുന്ന പ്രണവിനെ, അല്ലെങ്കിൽ സ്ക്രീൻ. അല്ല, അതിന് മുന്നേ ഇടയ്ക്കൊരു ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പക്ഷെ സംസാരിക്കാനും അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പൂജയ്ക്ക് പൂജയല്ല, ആദ്യ ദിവസത്തെ ഷൂട്ടിന് വരുമ്പോഴാണ് പുള്ളിയെ പരിചയപ്പെടുന്നത്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഞാനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം ഫുൾ സ്ക്രിപ്റ്റ് അറിയാവുന്ന വ്യക്തിയാണ് പ്രണവ്. ആ ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ഒരു ബന്ധം തുടങ്ങുന്നത്. രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ ഞങ്ങളങ്ങ് സിങ്കായി. വളരെ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ എന്താണെന്നത് മനസ്സിലാക്കിയിട്ട് പുള്ളി എന്താണ് പ്രണവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനും ഒരു ബാലൻസ് ചെയ്ത് ഞങ്ങൾ ഡീൽ ചെയ്യാണ് തുടങ്ങിയത്. അത് ഞങ്ങൾക്കൊരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഞങ്ങളുടെ കോംബോ വർക്കാണ്. കാര്യം കൗണ്ടർ പോകാനായാലും, നമുക്ക് ഒരു ഡയലോഗ് പറയുമ്പോഴായാലും, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി ആയാലും, അതിന് ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു ഗ്യാപ്പായാലും, ആ ഓരോ മൊമെൻറ്റ്സും നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി നമുക്കിത്
വർക്കാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ഓക്കെ ആണെന്ന് തോന്നി. പിന്നെ നല്ലൊരു വ്യക്തിയാണ്. നമ്മൾ പണ്ട് മുതലേ ഇദ്ദേഹത്തെ പറ്റി കേൾക്കുന്നതാണ്. അത് തന്നെയാണ് അതേ ഇത്രയും ആൾക്കാർ പറഞ്ഞ് പുകഴ്ത്തിയ അല്ലെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്ന ഒരു പ്രണവമുണ്ടല്ലോ, അത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. നല്ലൊരു മനുഷ്യനാണ്. ബേസിക്കലി ആൾ ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. അതാണ് എനിക്ക് ഏറ്റവും മനസ്സിലായ ഒരു കാര്യം. പ്രണവിൻ്റെ കാര്യത്തിലൊരു നല്ലൊരു ജെന്യൂനായിട്ടുള്ള മനുഷ്യൻ. ലൊക്കേഷൻ ഭയങ്കര സിമ്പിളാണോ പ്രണവ്? ലൊക്കേഷനിലല്ല, എവിടെ പോയാലും പുള്ളിയോടൊപ്പം എവിടെയൊക്കെ നമുക്ക് നിന്നിട്ടുണ്ടോ ഇരുന്നിട്ടുണ്ടോ കാര്യം പറഞ്ഞിട്ടുണ്ടോ, വളരെ സ്വീറ്റാണ്, വളരെ സിമ്പിളാണ്, വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പറയുന്ന ഒരു ഈ ലാലേട്ടനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടോ? അച്ഛനെ കുറിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിച്ചോ? ലാലേട്ടന് മോനാണ്. എനിക്ക് തോന്നുന്നു പ്രണവിന് അങ്ങനെ പ്രണവിന് യാത്രയാണ് കൂടുതൽ. ഒരു വണ്ടി പോലും വേണമെന്നില്ല, പുള്ളി ബസ്സിൽ കയറിപ്പോ ട്രെയിനിൽ കയറിപ്പോ അങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മൾ അങ്ങനെയാണെന്നുള്ള എനിക്ക് പേഴ്സണൽ അറിയാവുന്ന അങ്ങനെ തന്നെയാണ്. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? പുള്ളിയുടെ യാത്രകളെ പറ്റിയൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് അതാണ്, ഈ സഞ്ചാരം, ഈ ലോകത്തെ കാഴ്ചകൾ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ യാത്രാ വിവരണം ഞാൻ വളരെ ആസ്വദിക്കുന്ന ഒരാളാണ്. നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തെ പോലെ നമുക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസ് ഇങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ നമ്മളെ അടുത്തിരിക്കുന്ന ഒരാൾ ലോകത്തിൻ്റെ പല സംഭവങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെപ്പറ്റി ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിനും പറയാൻ താല്പര്യമുള്ള, വളരെ നന്നായിട്ട് ഗ്രാഹ്യമുള്ളൊരു വിഷയമാണ്. വളരെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രകൾ എങ്ങനെയായിരുന്നു, അതിൻ്റെ പിക്സ് എല്ലാം കാണിച്ചു തരും. ഞാൻ അവിടെ പോയപ്പോൾ മീൻസ് പുള്ളി എല്ലാം പറഞ്ഞു തരും. അവിടെ പോയാൽ ഇങ്ങനെയാണ് ഒരു സംഭവമുണ്ട്, പോകാനൊരു സാധ്യത ഉണ്ടായാൽ അല്ലെങ്കിൽ പോയാൽ ഇങ്ങനെ ഇവിടെ ചെല്ലണം. പുള്ളിക്ക് അത് പറഞ്ഞുതരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധാ മനുഷ്യനാണ്. എനിക്ക് മാത്രമായിരുന്നു കൗതുകം, ലാൽ സാറിൻ്റെ മോനാണല്ലോ എന്നുള്ളത്. പുള്ളിക്ക് ആ ഒരു ഭാവവും ഇല്ല, പുള്ളിക്ക് അങ്ങനെ ഒരു ധാരണയും ഇല്ല. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. വളരെ സിമ്പിളാണ്. അങ്ങനെ പുള്ളിക്ക് ലാൽ സാറിൻ്റെ മകനാണെന്ന് കരുതിയിട്ട് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അല്ല, നമ്മൾ കാണുന്നതല്ല, കുറേ ആളുകളെ കാണുന്നതാണ്. അതിലൊക്കെ എന്ത് വ്യത്യസ്തനാണല്ലേ ഈ അതെ. ഈ ഞാൻ പറഞ്ഞില്ലേ പുള്ളിയെ പറ്റി മുമ്പ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഭയങ്കര സിമ്പിളാണ് എന്നൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് നേരിട്ടത് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളോടൊപ്പം നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ജീവിച്ചു പോകുന്നപ്പോൾ ആണ് മനസ്സിലായത് എന്താണ് അയാളൊരു പക്ക ജെന്യുവൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ബേസിക്കലി പുള്ളി അതാണ്. ഈ ലൊക്കേഷനിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ കൂടുതൽ സംസാരത്തിനായിരിക്കുമല്ലോ ഏറ്റവും പ്രിയം. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ പ്രണവ് പറഞ്ഞ ഒരു അനുഭവം എന്തായിരിക്കും? ആ പുള്ളി ഇങ്ങനെ ഒത്തിരി യാത്രകളെ പറ്റി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള കുറേ നല്ല സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേ നമുക്ക് എന്ത് പറയാൻ, വളരെ നമുക്ക് ചില പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ പേഴ്സണൽ ടോക്കിൽ സംസാരിച്ചിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. നമുക്ക് കേട്ട് നമ്മൾ ത്രില്ലടിച്ചിരിക്കും. നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. മീൻസ് വളരെ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യം. എസ്പെഷ്യലി യാത്രകളെ പറ്റി വളരെ ഗ്രാഹ്യമുള്ള ഒരാളാണ്. വളരെ നന്നായിട്ട് പറഞ്ഞു തരും. ഒരു സംസാര രീതി തന്നെ വളരെ സ്ലോ ആയിരിക്കും അല്ലേ? ഭയങ്കര അത് പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അത് നമുക്കതിനെ ഒരു പേഴ്സണൽ സംഭവമില്ല. നിങ്ങൾ രണ്ടും ഒരുമിച്ചുള്ള സീൻ അതിനകത്ത് ഏതായിരുന്നു ഒരുമിച്ചുള്ള സീൻ ആദ്യം എടുത്ത ഏതായിരിക്കും ഓർമ്മ? അത് ഈ പറഞ്ഞ അത് വേറൊന്നുമില്ല, ഞാനവിടെ വീട്ടിലെ ഒരു മരണ സംഭവത്തോടനുബന്ധിച്ച് അവിടെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഈ കുട്ടിയുടെ വീടല്ലേ എന്ന് ചോദിച്ചു വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സാണ്, ഒരുമിച്ച് പഠിച്ചിരുന്നവരാണെന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സീനാണ് ആദ്യം നിങ്ങൾ തമ്മിലെടുത്തല്ലേ? ഈ പ്രണവിനെ സംബന്ധിച്ചുള്ള നമ്മൾ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും നേരത്തെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സംസാര രീതി എങ്ങനെയാണ്, ഈ സീൻ എടുക്കുന്ന സമയത്ത് ലൗഡായിട്ട് സംസാരിക്കുന്നത് ചിലപ്പോൾ വരും, അല്ലെങ്കിൽ കൂളായിട്ട് ആ സമയങ്ങളിലൊക്കെ നമുക്ക് സീനില്ലെങ്കിലും പ്രണവിൻ്റെ അഭിനയം കാണുമ്പോൾ എങ്ങനെ തോന്നാറുണ്ട്? നമുക്ക് അഭിനയം കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? നമ്മളൊരു സാധാ ഒരു ആക്ടറാണ്. പുള്ളിയെ മോഹൻലാൽ സാറിൻ്റെ മകൻ അഭിനയിക്കുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുന്നതും കാണുന്നതും പുള്ളിക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ സാധാ നമ്മുടെ ഒരു കോ ആർട്ടിസ്റ്റ് ആരാണോ, ഇപ്പം ഞാൻ അദ്ദേഹത്തോട് അഭിനയിക്കുമ്പോൾ ജിബിൻ ഗോപിനാഥ് ഇവിടെ നിന്ന് അഭിനയിക്കുന്നു, ഇവിടെ പ്രണവ് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കാണുമ്പോഴത്തേക്ക് ഇത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാൾ അയാൾ പെർഫോം ചെയ്ത് മീൻസ് എനിക്കിപ്പോൾ ഇതിൻ്റെ കൗണ്ടർ പോകുമ്പോൾ ഞാനായിരിക്കും അപ്പുറത്ത്. അപ്പം എനിക്ക് ഈ പുള്ളി എന്താണ് ചെയ്യണമെന്ന് നോക്കണം, എനിക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ സജഷൻ ഷോർട്ടാണ് പോകുന്നുണ്ടെങ്കിൽ
നമ്മൾ ഇവിടുന്ന് ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് കൂടുതലും പുള്ളിയുടെ റിയാക്ഷൻ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നമുക്കൊരു സജഷൻ പോകുമ്പോൾ പോലും നമ്മൾ എന്താണോ ഒറിജിനൽ ടേക്കിൽ ഉള്ള സാധനം, ഞാൻ ആ ഒരു ഫീലിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അതേ റിയാക്ഷൻ. ഒരാൾ പോലും പകരത്തിന് നിന്നൊന്നും വേണ്ട, പുള്ളി തന്നെ നിൽക്കും. പുള്ളി തന്നെ സജഷൻ ആയാലും പുള്ളി തന്നെ നിൽക്കും. പുള്ളി തന്നെ ചെയ്യും. പുള്ളി തന്നെ വന്ന എല്ലാ കാര്യവും ഓപ്പോസിറ്റ് നിന്ന്, അല്ലെങ്കിൽ എൻ്റെ മാത്രം ഇപ്പോൾ ക്ലോസ് എടുക്കുകയാണ്, പുള്ളിയുടെ ഡയലോഗിൽ എൻ്റെ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വന്നിട്ട് എന്താണ് ക്യാമറയുടെ പറയുന്ന പുള്ളി തന്നെയാണ് ഡയലോഗ് പറയുന്നത്. പുള്ളി പറയും. അത് എല്ലാരും കൊണ്ട് ചെയ്യില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഒന്നും അദ്ദേഹത്തിന് ഒരു ചിന്തയില്ല. നമ്മളാരും ആ സെറ്റിൽ അങ്ങനെ അദ്ദേഹത്തിന് ആ രീതിയിലാണെന്ന് കരുതി അങ്ങനെ കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ കൂളായിട്ട് എല്ലാവരും നല്ല നല്ല രീതിയിലാണ്. ജീവിതത്തിൽ ഒരു വലിയ യാത്രയായിരുന്നു അല്ലേ? താങ്കളുടെ വലിയൊരു യാത്രയാണ്. പോലീസിൽ ജോലി ചെയ്യുന്നു, അവിടെ നിന്ന് ലീവ് എടുക്കുന്നു, 5 വർഷം ലീവ് എടുക്കുന്നു, അതിൻ്റെ ശമ്പളമൊന്നും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ സിനിമ തന്നെയാണ് നമ്മുടെ യാത്ര അല്ലേ? ആ ഒരു ലീവ് എടുത്ത് തന്നെ സിനിമയിലേക്ക് പോകണമെന്നൊരു തീരുമാനം സ്വയം എടുത്തതാണോ, അതോ അല്ല നമുക്ക് സിനിമയിലേക്ക് പോയാൽ മതിയെന്ന് സ്വയം എടുക്കുക, വേറെ ആരെങ്കിലും പറഞ്ഞ സിനിമ? അല്ല, ഞാൻ സിനിമ ചെയ്യുന്നത് ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സിനിമയെ അന്വേഷിച്ച് നടക്കുമ്പോൾ, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും നല്ലൊരു സിനിമാക്കാരനാവണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ കിട്ടിയ ജോലിയാണ് പോലീസ്. അല്ലെങ്കിൽ പോലീസ് വന്നിട്ടല്ല ഞാനൊരു സിനിമാക്കാരനാവാൻ വേണ്ടി ഇറങ്ങിയത്. ആദ്യം സിനിമയായിരുന്നു. ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യത്തെ ഓഡിഷന് പോയി തുടങ്ങിയതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് ഇപ്പം ഞാൻ 17 കൊല്ലം സർവീസ് ചെയ്ത ഒരാളാണ് പോലീസിൽ. അപ്പോൾ എൻ്റെ ഈ 17 കൊല്ലത്തിൽ ഞാൻ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്ന ശമ്പളത്തിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് സൗകര്യം, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ആഗ്രഹം കണ്ടിട്ട്, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് കരുതി എൻ്റെ ഓഫീസേഴ്സ് എല്ലാം സഹായിക്കുമ്പോൾ അവർക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് തരുന്ന ലീവുകൾക്കും എന്നെ സഹായിക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോകുന്നു ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ സമയത്തേക്ക് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പലരും എൻ്റെ പല കൂട്ടുകാരും എനിക്ക് വേണ്ടി എൻ്റെ ജോലി കൂടി ചെയ്യുക. അതുകൊണ്ട് മീൻസ് അത് എനിക്ക് തന്നെ ഫീലാവും. അത് അവർ ചിലപ്പോൾ കാണിക്കാതിരുന്നിരിക്കാം. പക്ഷെ ഞാനത് സ്വയം തിരിച്ചറിയണം. അത് ശരിയായ നടപടിയല്ല എന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു സമയത്ത് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഒരു 10 ദിവസം ഷൂട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിരിക്കില്ല, ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട്, ചിലപ്പം പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത 5 ദിവസം. അതൊക്കെ ഈ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും പോലെയല്ല, പോലീസിൽ അതൊക്കെ നേടിയെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് ആ ഒരു സ്ട്രക്ചർ മൊത്തം, ഒരു സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ മൊത്തം ഒരാൾ ലീവ് എക്സ്ട്രാ അധികം എടുത്തു കഴിഞ്ഞാൽ തകരും. പലരും എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും, പലരുടെയും പ്ലാനുകൾ പൊളിയും. അതൊക്കെ നമ്മൾ ഒരു ലിമിറ്റില്ലേ, അപ്പം അതിനപ്പുറത്തേക്ക് പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാനായിട്ട് തന്നെ പേപ്പർ കൊടുത്ത് 5 വർഷത്തേക്ക് ലീവ് എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലീവ് എടുത്തിട്ടാണ് സിനിമയിലേക്ക്. ഈ സിനിമ എന്നൊരു വലിയ മോഹമായിരുന്നു പറഞ്ഞല്ലോ. ചെറിയ പ്രായത്തിൽ നിന്ന് ഓഡിഷന് പോകുന്നു, ആ സമയത്ത് നമ്മളൊന്ന് സഹായിക്കാൻ, പിന്നെ ഒന്ന് പ്രായമൊക്കെ എത്തുകയും നമ്മളൊന്ന് സഹായിക്കാൻ, സിനിമയിലേക്കൊന്ന് സഹായിക്കാൻ, ഒന്ന് കൈപിടിച്ച് കയറ്റാൻ ഒരാളുണ്ടായിരുന്നു, അങ്ങനെ ഒരു പേര് പറയാൻ? ഇല്ല, എൻ്റെ ആഗ്രഹം മാത്രമാണ്. ഞാൻ ഒരു 50-അടുപ്പിച്ച് പടങ്ങളിൽ ജൂനിയർ ആക്ടറായിട്ട് പോയിട്ടുണ്ട്. ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും കിട്ടുമോ, ഞാൻ കൂടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ചെയ്ത ഏകദേശം ഒരു 50ഓളം പടങ്ങളുണ്ട്. 47 പടങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 47 പടങ്ങളിൽ ഞാൻ ജൂനിയർ ആക്ടറായിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് ഞാൻ പറയില്ല, അതൊരു വലിയ ക്രെഡിറ്റോ സംഭവമൊന്നുമല്ല. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, നമ്മൾ സിനിമയിൽ ചെയ്യുന്നതും ചെയ്യേണ്ടാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് ഞാനൊരു ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ നിന്നാലാണ് മറ്റേതൊരു ശരീരത്തിൻ്റെ ഭാഗം പോലെയല്ല, മുഖത്തുണ്ടാകുന്നൊരു ചെറിയൊരു കണ്ണടക്കൽ പോലും ഒരു സീനിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാമോ, ചെയ്തുകൂടെ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ഈ ജൂനിയറായിട്ട് പോകുമ്പോൾ ഇങ്ങനെ കൂടെ നിന്നാണ്. എനിക്ക് ഷൂട്ട് മീൻസ് ഈ കൂട്ടത്തിൽ നിൽക്കാനില്ലെങ്കിൽ പോലും ഞാൻ 1-2 ദിവസം ജൂനിയർ ആക്ടറായിട്ട് പോയതിൻ്റെ പരിചയത്തിൽ പല ADസിനെയും പരിചയത്തിൻ്റെ പുറത്ത് അവിടെ നിന്ന് ഇത് കാണാനായിട്ട് നിന്ന് ഒത്തിരി സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നല്ല ഓർമ്മകളാണ്. ഇതിനെ പറ്റിയുള്ള ഏറ്റവും നല്ല കുറേ ഓർമ്മകളാണ് എൻ്റെ ഈ ആദ്യകാലത്തുള്ള സിനിമ അന്വേഷിച്ചുള്ള എൻ്റെ നടപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, എപ്പോഴും വളരെ സ്വീറ്റായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന നല്ല ഓർമ്മ. അതിനൊക്കെ പൈസ വേണം ആ സമയത്തൊക്കെ. തീർച്ചയായും. എന്ത് ചെയ്യുമായിരുന്നു? വീട്ടിൽ ചോദിക്കും മടുപ്പായില്ല? അല്ല, ഒരു ലിമിറ്റിന് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ സമയം തൊട്ട് ചെറിയ ക്ലാസ്സിൽ ട്യൂഷൻ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അത് ഒരു കുഴപ്പമില്ലാത്തൊരു വരുമാനം
പലപ്പോഴും ഒരു ഏരിയയിലുള്ള പല ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരേ ക്ലാസ്സിലുള്ള പല പിള്ളേരുകൾ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് സെറ്റാക്കിയിട്ട് ഇവരെല്ലാവരും ഹോം ട്യൂഷൻ പോലെ തന്നെ ഒരു വീട്ടിൽ ഇരുത്തിയിട്ട് നമ്മളിപ്പോൾ ഒരാളുടെ എന്നുള്ള ഒരു ശമ്പളം എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി എന്നെ കുറേ നാൾ എന്നെ ട്യൂഷൻ ജീവിതമാണ് ജോലിക്ക് മുന്നേ എന്നെ സഹായിച്ചിരുന്നത്. ആ സമയത്തും നമ്മൾ ഇത് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. വലിയൊരു യാത്രയല്ലേ അത്? യാത്ര എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ വേറൊരു ജോലിക്കായാലും ഇപ്പോൾ സാധാരണഗതിയിലുള്ളൊരു പയ്യന് ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ആദ്യത്തെ ഒരു നമ്മുടെ ഏണിംഗ് എന്ന് പറയുന്നത് സാധാരണ ട്യൂഷൻ എടുക്കൽ തന്നെയാണ്. അത് നല്ലൊരു കാര്യമാണല്ലോ. നമ്മൾ പഠിച്ച ഒരു വിദ്യാഭ്യാസം എന്നൊരു സംഭവത്തിൽ നിന്ന് വേറെ ചെറിയ പിള്ളേർക്ക് അതിനെ ഷെയർ ചെയ്ത് നമുക്കറിയാവുന്നതും പുസ്തകത്തിൽ നിന്ന് പഠിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് ഒരു വരുമാനം പോലെ നമ്മൾ സ്കൂളിൽ ടീച്ചർ എന്ന് പറയുന്ന ട്യൂഷൻ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് അത് എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ഒരു. അല്ല എങ്കിലും ഇപ്പോൾ പറഞ്ഞല്ലോ കുറേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി 45 സിനിമകൾ അവിടെ നിന്നും ഒരു സിനിമയിലേക്ക് ചെയ്യാം താങ്കൾക്ക് കഴിയുമെന്ന് കണ്ടുപിടിച്ച ഒരാളുണ്ടാവുമല്ലോ. കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ട് നല്ലൊരു വേഷം തരുന്നത് പല ഡയറക്ടേഴ്സ് എന്നെ അതിന് മുന്നേ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ പോലീസിൽ വന്നതിന് ശേഷം സഹായിച്ച ഒത്തിരി ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഒരു വേഷം തരാൻ ആദ്യമായിട്ട് മീൻസ് ഒരു വലിയൊരു വേഷം തരാൻ ആദ്യമായിട്ട് ധൈര്യപ്പെട്ടത് സുനിൽ ഇബ്രാഹിം സാറാണ്. ചാപ്റ്റേഴ്സ് അരികിലൊരാൾ, ഇപ്പോൾ റോയ് എന്ന് പറയുന്ന പടം ഇറങ്ങി, തേർഡ് മർഡർ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങാൻ പോകുന്നു. ഇങ്ങനെ കുറേ പടങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ഒരു പോലീസ് ഒരു ആവശ്യമായിട്ട് ഞാൻ കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോഴും ഒരു ആഡിൻ്റെ പെർമിഷൻ കാര്യമായിട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചു. അങ്ങനെ പരിചയപ്പെട്ടാണ്. വേഷമല്ല ചോദിച്ചത്, ചേട്ടാ ആഡ്സൊക്കെ എടുത്ത് നടന്നാൽ മതി, ഒരു സിനിമയൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് സിനിമ താല്പര്യമുള്ള പോലീസുകാരനാണ് അല്ലേ എന്ന് കരുതി പരിചയപ്പെട്ടൊരു മനുഷ്യനാണ്. പിന്നെ ഈ ഒരു വൈ എന്ന് പറയുന്ന പടം 2016 ഷൂട്ട് നടന്നൊരു പടം. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിഷൻ വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ എനിക്ക് എന്ത് വേഷം തരാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു ഓഡിഷൻ ഉണ്ട്, അറ്റൻഡ് ചെയ്ത് നോക്ക്, നമുക്ക് നല്ല പരിപാടിയാണെങ്കിൽ എന്തെങ്കിലും പിടിക്കാം, നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പുള്ളി ഒരു ഓഡിഷൻ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒരു ക്യാമ്പൊക്കെ നടത്തി. ഒരു 3 ദിവസത്തെ ക്യാമ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിലൊരു ത്രൂ ഔട്ട് വേഷം പുള്ളി തന്നു. ഫുൾ നൈറ്റായിരുന്നു പടം. അതിൽ എല്ലാവരും ന്യൂ കമേഴ്സാണ്, ഒരു അലൻ സീറട്ട് ഒഴികെ. അലൻ സീറട്ട് മാത്രമാണ് സിനിമയിൽ അതിനു മുന്നേ അഭിനയിച്ചിട്ടുള്ള ഒറ്റയാൾ. അപ്പം അങ്ങനെയാണ് അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് വിശ്വസിക്കുന്നത് സിനിമയിൽ ജിബിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ച ഒരാൾ സുനിലേട്ടനാണ്. അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ ഒരാൾ വേണമല്ലോ നമുക്ക്. തീർച്ചയായിട്ടും. പിന്നീട് അതിൽ നിന്നും സിനിമകൾ കിട്ടി അല്ലേ? പോലീസ് കിട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫൈല് പോലെ ഞാൻ ഈ പടത്തിലൊരു പടം തിയേറ്ററിക്കലി വലിയ വിജയമൊന്നും ആയ പടമൊന്നുമില്ല. പക്ഷേ ഞാൻ എല്ലായിടത്തും പറയാൻ തുടങ്ങി. പറയുമ്പോഴത്തേക്കും ഒരു 2 ദിവസത്തെ പരിപാടി ഉണ്ടെന്ന് പറയുമ്പം ഞാൻ പറയും, ചേട്ടാ മറ്റേതിൽ എനിക്ക് നല്ലൊരു വേഷം ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ 10-25 ദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു, നല്ല ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്തു. വേറെ ആരും പ്രൊമോട്ട് ചെയ്യുന്നത്, എന്നെ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യണ്ടേ? എല്ലാവരും രക്ഷയില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും മടുപ്പ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല, ഇനി തോന്നത്തുമില്ല. ഞാനൊരിക്കലും എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ ഞാൻ മലയാളത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ ഒരു സൂപ്പർ താരമാവാനോ അല്ലെങ്കിൽ വലിയൊരു നടനാവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങളുണ്ടാക്കാമെന്നോ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. 2025 എൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാമെന്നോ 26 എനിക്കിവിടെ ചരിത്രം സൃഷ്ടിക്കാമെന്നോ ഒരിക്കലും മലയാള സിനിമയിലെ അനിഷേധ്യ ഘടകമാകാമെന്നോ ഒരിക്കലും ഒരിടത്ത് എഴുതി വെച്ചിട്ടുമില്ല, തീരുമാനിച്ചിട്ടുമില്ല. എനിക്ക് സിനിമ നല്ല പടങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം വരും, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ബൗണ്ടറി അതാണ്. അത് ഞാനത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അല്ലാതെ ഇന്ന സമയത്ത് എനിക്ക് ഇന്നതാവണം എന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ അങ്ങനെ കണക്കാക്കാത്തതിൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ കൂടെ പലരും ഒത്തിരി സിനിമ ആഗ്രഹിക്കാത്ത ആൾക്കാരെന്നല്ല, ഒത്തിരി ആൾക്കാർ എനിക്കറിയാം. എൻ്റെ കൂടെ ഇതുപോലെ ജൂനിയർ ആക്ടറായിട്ട് ചെയ്തു വരുന്നവർ, നല്ല വേഷങ്ങൾ ചെയ്തിരുന്നവർ, ഇവരൊക്കെ പലരും 25 എനിക്ക് ഇത്രയാവണം, പക്ഷെ അതായില്ല എന്ന് കാണുമ്പോഴത്തേക്ക് മാനസികമായിട്ട് തകർന്ന് പിന്മാറുന്നവരാണ് 99% ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അതുകൊണ്ടാണ് അത് ആദ്യമേ ഞാൻ സെറ്റ് ചെയ്ത കാര്യമാണ്. എനിക്കങ്ങനെ ഞാൻ ബൗണ്ടറി വെച്ചിട്ടില്ല, ഇന്ന സമയത്ത് എനിക്ക് ഇന്നതാവണം എന്നുള്ളത് ഞാൻ ബൗണ്ടറി വയ്ക്കാത്ത ആളാണ്. പക്ഷെ പലരും ഇങ്ങനെ അത് കഴിഞ്ഞാൽ ഈ വർഷം ഒന്നും നടന്നില്ല, ഇനി ഇവിടെ നിന്നാൽ ഒന്നും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് ജോലിക്ക് പോകുന്ന സാഹചര്യമാണ്. മനുഷ്യന് ജീവിക്കണമല്ലോ, സിനിമ എന്നതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ളൊരു അവകാശവും ആഗ്രഹവും ഉണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഒന്നും ആവാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന
ഒരു മാനസികമായിട്ടൊരു സമ്മർദ്ദം ഉണ്ട്. അതിന് പുറത്താണ് പലരും സിനിമയെ ഉപേക്ഷിച്ച് പോകുന്നത്. അത് സിനിമയ്ക്കൊരു ഇതുണ്ടല്ലോ, സിനിമ നമ്മളെ എപ്പോഴാണ് ഡിമാൻഡ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതറിയാതെ നമ്മൾ അങ്ങോട്ട് ഡിമാൻഡ് വെക്കുന്നതാണ്, ഇന്ന വർഷത്തിൽ എനിക്ക് ഇന്നതാവണം. അതാവാതെ വരുമ്പോൾ മാനസികമായിട്ട് തീർന്നു പോകുന്നവരാണ് മിക്കവരും. അപ്പം അതെനിക്ക് ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരിക്കലും മടുപ്പ് വരില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ടുമില്ല. ഒരിക്കലും ഇല്ല. ഒരിക്കലും ഞാൻ ഇന്ന സമയത്ത് എനിക്ക് ഇന്നതാവണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. പക്ഷെ സിനിമ വേണം, എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് സിനിമ വേണം, അത്രേ ഉള്ളൂ. ഈ 2018 ആണ് ഒരു പിന്നീട് വന്നപ്പോൾ വാഴയിൽ വന്നപ്പോഴായി അങ്ങനെയാണ് ഓരോ പടങ്ങളാണ് നമ്മളെ മാറ്റിയത്. അങ്ങനത്തെ 2018 നല്ല വേഷമാണ്, വാഴ വന്നപ്പോൾ വേറെ ടൈപ്പ് വേഷത്തിലേക്ക് പല ടൈപ്പ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിലെപ്പോഴും ഇഷ്ടപ്പെടുന്ന, ഇപ്പം ചെയ്തു വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയാൻ പറ്റും? അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ ഞാൻ സ്റ്റക്ക് ആയിട്ടില്ല, ഇന്നുവരെ ആയിട്ടുമില്ല. ആദ്യം വന്ന വഴിക്കുന്ന പോലീസ് വേഷത്തിൽ ഇങ്ങനെ കുറേ വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന് രണ്ട് കാര്യമുണ്ട്. സിനിമാക്കാർക്ക് ഞാൻ ബേസിക്കലി ഒരു പോലീസുകാരനാണെന്ന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് അത് പുള്ളിക്ക് ഈസി അല്ലേ, പോലീസുകാരനല്ലേ, നമുക്ക് ഈ പറഞ്ഞല്ലോ വല്ല പോലീസ് വിഷയങ്ങളൊക്കെ ഉണ്ടായാലും അങ്ങനെ അത് മോശം ധാരണയെന്നല്ല, കറക്റ്റാണ്. കാര്യം കുറച്ച് ഈസി ആയിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ അയാളുടെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഏരിയ നന്നായിട്ട് അയാൾ കവർ ചെയ്യുന്നുള്ളൊരു ധാരണ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിൽ കാണുമ്പോൾ പുള്ളി പോലീസായിട്ട് കൊള്ളാമല്ലോ, അപ്പോൾ നമുക്ക് അടുത്ത പടമുണ്ട്, നമുക്ക് പുള്ളി അത് നോക്കിയാലോ, വരും, സ്വാഭാവികമായിട്ട് വരും. നമുക്ക് അതിലൊരു മടുപ്പില്ല. പോലീസ് എനിക്ക് ആഹാരം തന്ന എൻ്റെ ജോലിയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് യൂണിഫോം ഇട്ട് അഭിനയിക്കേണ്ടി വരിക എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ തന്നെ ചെയ്യും. പക്ഷേ സിനിമയിലെ പോലീസും ജീവിതത്തിലെ പോലീസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒറിജിനലി നമ്മൾ നിന്ന ഒരു പോലീസുകാരന് സിനിമയിലെ പോലീസുകാരനായിട്ട് ചെയ്യാൻ വലിയ പാടാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തിരിച്ചാണ് ചിന്തയെങ്കിൽ പോലും എനിക്കൊരിക്കലും അതൊരു കംഫർട്ട് സോൺ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ ചെയ്ത സാധനം അല്ല, സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പോലീസുകാരനാകുന്നത്. പക്ഷെ സിനിമയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴത്തേക്കും പുള്ളി പോലീസുകാരനായിട്ട് ഇത് ഈസി ആയിട്ട് ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ല, പക്ഷേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് തരം പോലീസിങ്ങാണ്. എനിക്കതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ വൈസ് ഞാൻ ഇതുവരെ ചെയ്തതല്ല. എനിക്ക് വാഴ ഏറ്റവും നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തിയൊരു ക്യാരക്ടറായിരുന്നു. ആ അച്ഛൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് റീച്ചായി. അത് റീൽസും അതും ഇതൊക്കെ ആയിട്ടൊക്കെ നല്ല രീതിയിൽ കൊച്ചു പിള്ളേർക്കിടയിലൊക്കെ ചെന്നു. ഞാൻ ഇതിന് ശേഷം പോലെ ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കേട്ടൊക്കെ പോകുമ്പോൾ എന്നെ പലരും വിളിക്കുന്നത് വാഴയെങ്കിൽ, വാഴച്ചേട്ടൻ, വാഴമാമൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു വാഴ ചേർത്ത് നമുക്കൊരു പേരും കൂടെ വന്നു, ടാഗും കൂടെ കിട്ടി, വാഴയെങ്കിൽ എന്നൊക്കെയായിരുന്നു. പിന്നെ കിഷ്കിന്താകാണ്ഡത്തിൽ നല്ലൊരു ഞാൻ പറഞ്ഞില്ല, ഈ ഓരോ വർഷവും ബേസിക്കലി ഒരു മിന്നൽ മുരളിയിൽ ഒരു വേഷം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ 2018 എത്തുന്നത് തന്നെ മിന്നൽ മുരളിയിൽ അഭിനയിച്ചുകൊണ്ടാണ്. ജൂഡ് ആന്റണി സാറ് അതിൽ വേഷം ചെയ്ത് അങ്ങനെ തന്നെ പരിചയം തന്നെ. അങ്ങനെയാണ് 2018 തുടങ്ങുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇങ്ങനൊരു ക്യാരക്ടറിലേക്ക് തന്നെ ആ ഒരു കടൽ മത്സ്യത്തൊഴിലാളി വേഷം. നല്ല വേഷമായിരുന്നു, നല്ലൊരു സാധനമായിരുന്നു അത്. ഈ സൗഹൃദങ്ങൾ ഇങ്ങനെ നിലനിർത്തുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിരുന്നത്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു? മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആവശ്യത്തിന് വേണ്ടി മാത്രം വിളിക്കുന്ന ഒരാളല്ല. അവിടെയാണ് വിജയം. ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾ സിനിമ തുടങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് വിളിക്കുന്ന ഒരാളല്ല. സിനിമ തുടങ്ങിയാലും ഇല്ലെങ്കിലും വിളിക്കുമ്പോഴെല്ലാം സിനിമയെപ്പറ്റി ഞാൻ സംസാരിക്കുന്ന ആളുമല്ല. എനിക്കൊരാളിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരാളിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടത്തോടെയാണ് വിളിക്കുന്നത്. അത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക നേട്ടം നേടാനോ അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിൽ ഒരു വേഷം നേടാനോ മാത്രമായിട്ട് ഞാൻ വിളിക്കില്ല. എനിക്കറിയാം പലരും ഒരു സിനിമ എടുത്തിട്ട് വർഷങ്ങളോളം എടുക്കാറുണ്ട്, പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും പിന്നെ അന്ന് സിനിമ ചെയ്ത സമയത്ത് വിളിച്ചിരുന്നിട്ട് 5 കൊല്ലത്തിന് ശേഷം പുള്ളി വീണ്ടും സിനിമ തുടങ്ങാൻ നേരത്ത് നമ്മൾ സുഖാന്വേഷണം ചോദിക്കുന്നത് ഭയങ്കര മോശം കാര്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ 5 കൊല്ലം അദ്ദേഹം എവിടെയാണ് ജീവിച്ചിരുന്നതെന്നോ അയാൾ എങ്ങനെ ജീവിച്ചെന്നോ നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പം എനിക്ക് അന്നൊരു വേഷം തന്നു, ഇനി അദ്ദേഹം അടുത്ത പടമായി, ഇനിയിപ്പോൾ വിളിച്ചില്ലെങ്കിൽ മോശമാണ്, അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. എന്നെ കൂടെ കൂട്ടാൻ ഒരാൾ ധൈര്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണക്ഷനിലിരിക്കും. അത് ഞാനൊരു ബുദ്ധിമുട്ടല്ല എന്ന് തോന്നിയിട്ടുള്ള എല്ലാവരോടും ഞാനൊരു ബന്ധം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേഷം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ സൗഹൃദങ്ങളിൽ സിനിമാക്കാർ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരോടും ഈ ഒരു ബന്ധം തന്നെയാണ് എനിക്കുള്ളത്. ഇത് വളരെ ചുരുക്കം ഇങ്ങനെ ആളുകളുള്ളൂ കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം. അപ്പോൾ താങ്കൾ സൗഹൃദം നോക്കുന്ന ഒരാളാണ്, പക്ഷേ ഈ റൂട്ടിൽ സൗഹൃദം നോക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അത് താങ്കളുടെ ഒരു വിജയത്തിനും കാരണമാണ്, പിന്നെ ഒരു വിജയത്തിനും കാരണമാണ്. തിരിച്ചങ്ങനെയുള്ളവരുണ്ടോ? തീർച്ചയായിട്ടും. വളരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം എന്താടാ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന, ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്ന, എന്നിൽ നിന്ന് പ്രത്യേകിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാത്ത കുറേ നല്ല സൗഹൃദങ്ങൾ എനിക്കുണ്ട്.
ഞാനത് സിനിമ ചെയ്യുന്നതുകൊണ്ടോ ഒരു പോലീസുകാരനായതുകൊണ്ടോ ഒന്നുമല്ല. അല്ലാതെ എന്നെ ചേർത്ത് പിടിക്കുന്ന കുറേ സിനിമാക്കാരുമുണ്ട്, കുറേ നല്ല എന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ നല്ല ആൾക്കാരുണ്ട്. ചില സമയത്ത് സങ്കടങ്ങൾ വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമകൾ നമ്മളില്ലാതെ വരുന്നു. ചിലപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞ് നമുക്ക് ആ സിനിമകൾ മാറിപ്പോകുന്നു. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ ആ അനുഭവത്തിൽ ഏറ്റവും വേദനിപ്പിച്ച അനുഭവം ഏതായിരിക്കും? അങ്ങനെ ഞാൻ പറയില്ല. എനിക്കത് വേദനയല്ല. അത് നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് എനിക്ക് മാത്രമല്ല, സിനിമ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അത് ഉണ്ടാകുന്നതാണ്. എനിക്ക് ഏതെങ്കിലും ഒരു പടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധായകൻ്റെ നിന്നോ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എന്നുള്ളതല്ല വിഷയം. ഈ സംഭവം സിനിമയുള്ള കാലം തൊട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ അത് ഉണ്ടാകുന്നുണ്ട്. ഒരു സിനിമ സംഭവിക്കാം, ആ സിനിമയിൽ ചിലപ്പം നമ്മൾ അഭിനയിച്ചേക്കാം, ചിലപ്പം അഭിനയിക്കുമെന്ന് ഉറപ്പിച്ച് പൂജയുടെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നിരിക്കാം. സാഹചര്യമാണ്. സിനിമ എന്ന് പറയുന്നത് സിനിമയുടെ വിജയം പോലെ തന്നെയാണ് അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സുകളും. ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും വിചാരിക്കുന്നത് ആ ക്യാരക്ടറിന് കുറച്ചുകൂടെ ഏജുള്ള ആൾ വേണം. ഞാൻ പ്രതീക്ഷിച്ചിരുന്നിട്ട് എനിക്ക് ആ ഏജ് ഇല്ല എന്ന് പറഞ്ഞ് എന്നത് മാറ്റുമ്പോൾ ഞാൻ ആരെ കുറ്റം പറയും? അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയുടെ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പെർഫെക്ഷനിലാണ് അതിൻ്റെ ടോട്ടാലിറ്റി ഇരിക്കുന്നത്, അല്ലേ? അങ്ങനെ ഒരു ടോട്ടാലിറ്റിയിൽ മാത്രമേ നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. എല്ലാ പടം വിജയിക്കുന്നുണ്ട്, അതൊന്നുമില്ല. പക്ഷേ ഒരു എടുക്കുന്നയാളിന്, പണം മുടക്കുന്നയാളിന് ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അഭിനയിക്കുന്നയാളിനൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ ഈ ഒരു ടോട്ടൽ പ്രോസസ്സിലാണ്. അല്ലാതെ ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് അത് ഡയറക്ടറുടെ കൂട്ടുകാരനായതുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ബന്ധു ആയതുകൊണ്ട് എനിക്ക് തരുന്നത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ക്യാരക്ടറിന് ആരാണോ ആപ്റ്റ് അത് അവർ ആ ക്യാരക്ടർ ഈ ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആരാണോ ആപ്റ്റ് അവർ വെക്കണം. അത് ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും തീരുമാനിക്കുന്നത്. നേരത്തെ തീരുമാനിച്ചതിനേക്കാൾ അതിന് വേറൊരു ആർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റേണ്ടി വരും. അങ്ങനെ മാറേണ്ട ഒരാളാണ് ഞാൻ എന്നുണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കണം. വിഷമം ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷമമാണ്, അതുണ്ടാവും. അത് പക്ഷെ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന സമയം തൊട്ട് നമുക്കിത് ആദ്യമായിട്ടല്ലല്ലോ, കുഴപ്പമില്ലല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പം അല്ല, തിരിച്ചറിയുന്നതിന് മുമ്പ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും. അന്ന് നമുക്ക് മനസ്സിലാവില്ല എന്തിനാ എന്നെ മാറ്റിയത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നൊരു ചിന്ത വരും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ മാറും. ഇത് സിനിമയാണ്, സിനിമയിൽ ഇങ്ങനെയാണ് എന്നുള്ള ധാരണ നമുക്കുണ്ട്. പിന്നീട് സംസാരിച്ചിട്ടുണ്ടാവോ അത് ഇങ്ങനെയാണ് മാറ്റാൻ കാരണം ഇത് തന്നെയായിരുന്നു, ഇനി അടുത്ത സിനിമ വരുമ്പോൾ നിന്നെ വിളിക്കാൻ കിട്ടാളിയാ എന്ന് പറഞ്ഞിട്ട് പോയവരും ഉണ്ടാവുമല്ലോ? ഇഷ്ടംപോലെ അവർ വിളിച്ചിട്ടുണ്ടാവും. ഉണ്ട്, വിളിച്ചവരുണ്ട്, വിളിക്കാത്തവരുണ്ട്. അതൊക്കെ സാഹചര്യം. പരിഭവമില്ല? ഇല്ലില്ല, ഒരു പരിഭവമില്ല. എന്തിനാ പരിഭവം? നമ്മളിങ്ങനെ കളിച്ച് ചിരിച്ചിങ്ങനെ പോകുക. അല്ല, അങ്ങനെ പോകുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും നമ്മൾ സാഹചര്യം നോക്കി പെരുമാറി പോവുക എന്നുള്ളതേ ഉള്ളൂ. മമ്മൂട്ടിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടു ഞാൻ. സാറിന് സാറിൻ്റെ പടം ഇപ്പം ഞാൻ ചെയ്തല്ലോ. അല്ല, എൻ്റെ അറിവിൽ മമ്മൂക്കാക്ക് വലിയ ഇഷ്ടമാണ് താങ്കളെന്നാണ്. ഇരിക്കാം, സാറിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ സാർ ഇപ്പോൾ സാറിൻ്റെ പടത്തിൽ നല്ലൊരു വേഷം തന്നു. സ്വാഭാവികം അദ്ദേഹത്തിന് എല്ലാവരും ഇഷ്ടമാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയമുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഹൈദരലിക്ക് വലിയ ഇഷ്ടമാണല്ലോ, എനിക്കറിയാമല്ലോ. ഈ മമ്മൂക്കയുടെ പടങ്ങളിലുണ്ട്, മമ്മൂക്കയുടെ പടത്തിൽ മമ്മൂക്ക, എനിക്ക് എൻ്റെ അറിവിൽ മമ്മൂക്ക സിനിമ ലൊക്കേഷനിലൊക്കെ വന്നിട്ട് താങ്കളുടെ അടുത്തേക്ക് എല്ലാവരുടെ അടുത്തും അങ്ങനെ സംസാരം ഉണ്ടാവില്ല. സംസാരിക്കുന്ന ആളുകൾക്ക് മനസ്സ് നിറഞ്ഞ് സംസാരിക്കുന്ന ആളാണ്. ആ പട്ടികയിൽപ്പെട്ട ആളാണ് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്നോട് നന്നായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. നല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ഇപ്പം ചെയ്ത പടത്തിന് പോലും എനിക്ക് നമ്മളെ അത്രയും ചേർത്ത് പിടിച്ചിട്ടുള്ള, നമ്മളത്രയും നമ്മുടെ സ്വപ്നത്തിൽ മാത്രം അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത, അങ്ങനെ സ്വപ്നം കാണാൻ പോലും അർഹതയുണ്ടോ എന്നറിയാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാളിൽ നിന്നും സാറിൻ്റെ അടുത്ത് ചെന്നിങ്ങനെ നിൽക്കാനും അല്ലെങ്കിൽ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കാനൊക്കെ അദ്ദേഹമായിട്ട് തന്നെ നമ്മൾ വിളിച്ച് അങ്ങനെ ഒരു അവസരം തന്നു. ഞാൻ പറയില്ല, ഇപ്പോൾ കളങ്ങാവിലേക്ക് വിളിക്കുന്ന ആരാ? അത് പ്രൊഡക്ഷനിൽ നിന്നാണ് വിളിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ അദ്ദേഹം തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ അതെ, പടത്തിൽ നല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സംഭവത്തോടെ തന്നെ. കാര്യം പ്രൊഡ്യൂസറാണല്ലോ, പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. പിന്നെ ക്യാരക്ടർ ആരാണെന്ന് പറയുമ്പോഴത്തേക്കും സാറിന് അവൻ ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാ ആർട്ടിസ്റ്റുകളും അദ്ദേഹം തന്നെയാണ്. അല്ല, മമ്മൂക്കാക്ക് എവിടെ വെച്ചാണ് താങ്കൾ ഈ സിനിമയിലേക്ക് വരുന്നത്, താങ്കളുടെ സിനിമ വരണമെന്ന് മമ്മൂക്കാക്ക് തോന്നാനൊരു കാരണം മമ്മൂക്ക എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് ഒരിക്കലും അറിയില്ല. എന്നൊന്നും എനിക്കറിയുന്നുള്ള കാര്യമില്ല. എന്നെ വിളിച്ചു, പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം നല്ലൊരു വേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാർ അറിയാതെ തന്നെ അതിൽ വെക്കില്ലല്ലോ. കാര്യം പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കും, അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രധാന വേഷം ചെയ്യുന്ന
അതെ, അങ്ങനൊരു വേഷം ഉള്ളപ്പോൾ എന്തായാലും അദ്ദേഹം അറിഞ്ഞു തന്നെയാണല്ലോ എന്നെ വയ്ക്കുന്നത്. ഞാൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ലാസ്റ്റ് വേർഡായിട്ടൊരു ഓക്കെ പറയുന്നത്. ലൊക്കേഷനിൽ വെച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് മമ്മൂക്ക? ഇല്ല, ഞാൻ അങ്ങനെ ഞാൻ പറയില്ലേ, ഇപ്പം നമ്മളൊക്കെ ഞാൻ പറയും സ്വപ്നം കാണാൻ പോലും അടുത്തൊന്ന് കാണാൻ പറ്റുമെന്ന് പോലും നമ്മളൊക്കെ ജനിച്ച സമയം തൊട്ട്, അല്ലെങ്കിൽ സിനിമ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ ഒരു ഓർമ്മയിൽ നമ്മൾ ടി വിയിലൊരു സംഭവം കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് ഇദ്ദേഹത്തെ കാണുന്നതാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ലെജൻഡിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഭാഗ്യം, അത് എനിക്കറിയില്ല. അത് ഈ പറഞ്ഞ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള എന്തോ നല്ല കാര്യങ്ങളുടെയൊക്കെ ഒരു റിസൾട്ട് പോലെ, അല്ലെങ്കിൽ സിനിമയോട് നമ്മൾ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് സിനിമ തന്നെ നമുക്ക് നല്ലൊരു ഭാഗ്യമായിരിക്കണം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഉള്ള ഒരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി എന്നുള്ളത്. അല്ല, നമുക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തത്തിലും കൂടെയാണ് നമ്മളിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് മമ്മൂക്ക. അതെ, പ്രമേഹത്തിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തം കൂടെ ആണല്ലോ. അതെ, അതുകൊണ്ട് നമ്മളൊന്ന് എടുത്തു പറയണ്ടേ? അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഈ പറഞ്ഞ ബ്രഹ്മയുഗത്തിന് ശേഷമുള്ള തൊട്ട് ഇപ്പോൾ കഴിഞ്ഞ പടമുള്ള DSC. അപ്പോൾ അത് ആ പടത്തിൽ നല്ലൊരു വേഷം. അപ്പൊ 2 റൂട്ടാണ് ഇതിനകത്ത് നമുക്ക് ഈ സമയത്തുള്ളത്, അല്ലേ? 2 മുഹൂർത്തമാണ് ഈ സമയത്ത്. അതെ അതെ, പ്രമേഹത്തിന് ശേഷം അടുത്ത പടം. ആ പടത്തിൽ പ്രമേഹത്തിന് മമ്മൂക്കാക്ക് അവാർഡ് കിട്ടിയിരിക്കുന്ന സന്തോഷം, ആ ഡയറക്ടറിന്റെ പടത്തിൽ അഭിനയിച്ച് ഹിറ്റായ ഒരു സന്ദർഭം. ഇനി മമ്മൂക്കാടെ വരാൻ പോകുന്ന പടത്തിൽ നല്ല വേഷം ചെയ്തിരിക്കുന്ന മുഹൂർത്തം. താങ്കൾ വലിയ ഭാഗ്യവാനാണ്. നേരത്തെ പറഞ്ഞില്ല, നമ്മളെന്തോ പണ്ട് ചെയ്ത പുണ്യത്തിന് കിട്ടുന്ന ഫലമാണിത്. നല്ല ഈശ്വര വിശ്വാസിയാണോ? വിശ്വാസമുണ്ട് എനിക്ക്. ഈ പറഞ്ഞ പോലെ ഏറ്റവും വിശ്വാസം, ഈ പറഞ്ഞതുപോലെ എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. വീട്ടിൽ ഫുൾ സപ്പോർട്ടാണോ? തീർച്ചയായിട്ടും. ആദ്യമൊക്കെയോ? തീർച്ചയായിട്ടും. തുടക്കത്തിലും 8ാമത്തെ വയസ്സിൽ എന്നെ ഓഡിഷന് വിടണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ സപ്പോർട്ടില്ലാതെ നടക്കുമോ? ഇല്ല. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, പത്രത്തിൽ ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്നുള്ള ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. വീട്ടിലന്ന് പത്രമില്ല. ആ സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ വരുന്ന പത്രം എൻ്റെ വീട്ടിലാണ് ഇടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ വഴിയായതുകൊണ്ട് വീട്ടിലായിട്ടേക്കുന്നത്. അപ്പോൾ സൈക്കിളിൽ കൊണ്ടുവന്ന് രാവിലെ പത്രക്കാരിടുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇന്നത്തെ സിനിമ ഇറങ്ങുന്ന മെയിൻ പടങ്ങളുടെ പോസ്റ്റേഴ്സ്, ഇതെല്ലാം കീറിയിട്ട് മാത്രമേ അപ്പുറത്തെ വീട്ടിലേക്ക് അന്നത്തെ പത്രം കിട്ടുമായിരുന്നുള്ളൂ. ഇത് പിന്നെ വളരെ കുടുംബപരമായിട്ടൊക്കെ വളരെ വിഷയം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അത്. മീൻസ് ഞാൻ വെട്ടുന്നത് എപ്പോഴും ഇന്നത്തെ സിനിമ എനിക്കറിയില്ല എന്തിനാ ഞാൻ അത് വെട്ടണം. നല്ല വാർത്തയായിരിക്കും, അവിടെ നല്ല വാർത്തയാണ്, എനിക്കത് അറിയണ്ട. എൻ്റെ ഇതിലേ നോക്കുമ്പോൾ മമ്മൂക്കയുടെ ഇൻസ്പെക്ടർ ബിൽഡർ ഒറ്റ വെട്ടിയെടുക്കുന്നു, എൻ്റെ ബുക്കിനകത്ത് വയ്ക്കുന്നു. ഇത് ഒരു ബുക്കിൽ ഞാൻ ഒട്ടിക്കുന്നു. നമുക്ക് ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്കൊക്കെയുള്ള ഹോബീസ് ഇതൊക്കെയല്ലേ. അപ്പോൾ ഇത് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. എനിക്കൊരു 8 വയസ്സുകാരൻ്റെ അല്ലെങ്കിൽ 7 വയസ്സുകാരൻ്റെ ഒക്കെ ഒരു ചിന്ത അത്രയല്ലേ പോവുള്ളൂ. അന്നും ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഇതൊക്കെ ചെയ്തതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വാർത്തകൾ മിസ്സാവാൻ തുടങ്ങി. പത്രത്തിലെ പരസ്യത്തിനപ്പുറത്തേക്ക് വാർത്തകൾ അപ്പുറത്തെ വീട്ടുകാരെ മിസ്സാവാൻ തുടങ്ങിയപ്പോൾ അത് സീനായി. പിന്നെ ഈ പത്രക്കാരനെ വഴക്കായി. ഞങ്ങൾ കാശ് തരുന്ന പത്രത്തിന് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവരണം. അത് ചെറിയ വഴിയോ വലിയ വഴിയോ ഒന്നുമില്ല. അവരെ തെറ്റ് പറയുന്നതല്ല, അവർ കറക്റ്റാ. അവർ നമുക്ക് വായിക്കാൻ തരുന്നത് അവരുടെ നല്ല മനസ്സാണ്. അതിന് ഞാനിങ്ങനെ കീറി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അതൊക്കെ ഒരു നല്ല ഓർമ്മകളാണ്. അല്ല അപ്പുറത്തെ വാർത്ത വായിക്കാൻ പറ്റില്ല, പൈസ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ വെട്ടിവെക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അതാണ് പറയാം, വീട്ടിൽ നിന്ന് അന്ന് തൊട്ടുള്ള സപ്പോർട്ടാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ബാലതാരങ്ങൾ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടാണ് കൊടുക്കുന്നത് വീട്ടിൽ. മനസ്സിലായില്ലേ? പത്രത്തോടെയല്ല കാണിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം വിളിച്ചിട്ടുണ്ട്, കൊണ്ടുപോകുമോ? അപ്പോൾ എന്നാ പോവാം. ആദ്യം നേരിട്ട് കണ്ട ഡയറക്ടർ ആരാണ്? ആദ്യം നേരിട്ട് കണ്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അത് ആരെയായിരിക്കും? ആദ്യം കണ്ടത്, ഞാൻ കണ്ട ആദ്യത്തെ ഷൂട്ടെന്ന് പറയുന്നത് 3-ാം പക്കമാണ്. 3-ാം പക്കാരുടേതാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ വലിപ്പം എനിക്കറിയില്ല. ഞാൻ ആദ്യം കാണുന്നത് വട്ടക്കോട്ടയിൽ. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ടൂറ് പോയപ്പോൾ വട്ടക്കോട്ടയിൽ ഷൂട്ട് കിടക്കുകയാണ്. അവിടെ നിന്ന് ജഗതിച്ചേട്ടനുണ്ട്, തിലകൻ ചേട്ടനുണ്ട്. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഷൂട്ട്. അത് ആ ഒരു സിനിമ എന്താണെന്നുള്ളൊരു പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്ഡോർ സാധനം കാണുന്നത് ഞാൻ അവിടെയാണ്.
അന്ന് അവിടെ കണ്ട ഡയറക്ടറാണ് എൻ്റെ ആദ്യത്തെ കാഴ്ചയിലുള്ള ഡയറക്ടർ. അദ്ദേഹമാണ് എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ പത്മരാജൻ സാറാണല്ലോ. മൂന്നാം പക്കം ആ സിനിമ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഓടുവാണ്. അതെ. ആ കടലിലെ തീരമൊക്കെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് നമ്മളൊരു സങ്കടത്തിലേക്ക് കൊണ്ടുപോകും അതെ ആ സീനുകൾ ഓർക്കുമ്പോൾ. എൻ്റെ കാഴ്ചയിൽ എനിക്കൊന്നും അറിയില്ല കേട്ടോ, പക്ഷെ സാറാണെന്നുള്ളതോ എനിക്ക് അദ്ദേഹത്തിൻ്റെ വലിപ്പമോ അദ്ദേഹം എടുക്കുന്ന സിനിമകളുടെ ആ ഒരു റൂട്ടേ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഷൂട്ടിംഗ് ആദ്യമായിട്ട് കാണുന്നത് അവിടെയാണ്. അപ്പം അദ്ദേഹം തന്നെയാണ് എൻ്റെ ആദ്യത്തെ കാഴ്ചയിൽ വന്ന ഡയറക്ടറുണ്ട്. എനിക്ക് ആ സിനിമ കാണാത്തവർ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. എനിക്ക് താങ്കളെ വീട്ടിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സീനുണ്ട് കേട്ടോ. അവിടെ ഇപ്പം നേരത്തെ പേടി കിട്ടില്ല, എനിക്ക് പേടി കിട്ടി. അത് നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ കുളിക്കാൻ ഇറങ്ങുമ്പോഴാണോ വീഴുമ്പോഴാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു പേടി എനിക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ എല്ലാവർക്കും പേടി കിട്ടി. അങ്ങനെ കുറേ സമയം. പക്ഷേ ഈ പേടി എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ വരത്തുള്ളൂ. അതെ അല്ലേ? പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് കൊണ്ടുവച്ചത്. അതെ അതെ അത് ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് ഒരു പ്രേക്ഷകനും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വലിപ്പമായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായി കാണാം, എങ്കിലും കഥ കേൾക്കുന്ന പോലെ അല്ലല്ലോ കൊണ്ടുവച്ചിരിക്കുന്ന പോലെ, അല്ലേ? അത് വലിയൊരു കഴിവാണ്. അത് സിനിമ കണ്ടാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ സിനിമയിൽ ഒരു കാര്യം പറയാൻ പറ്റില്ല. തുടക്കം മുതൽ അവസാനം ഒരു സാധനം നമുക്ക് പറയാൻ പറ്റാത്ത നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിലേക്ക് തന്നെ പോയാൽ. അല്ലെങ്കിൽ സിനിമ കാണാൻ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. അതെ, തിയേറ്ററിൽ ഇങ്ങനെ ഹൗസ്ഫുള്ളായി ഓടുമ്പോൾ വളരെ സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. അയ്യോ സന്തോഷമല്ലെന്ന കാര്യം. ഇങ്ങനൊരു പടത്തിലേക്ക് ഞാൻ എത്തിയില്ലേ, എനിക്ക് എന്നെ വിളിച്ചില്ലേ രാഹുലും, ഇപ്പോൾ രാഹുൽ സദാശിവൻ അദ്ദേഹം ആയാലും, ഇപ്പോൾ പ്രൊഡക്ഷൻ റാം സാറായാലും ശശി സാറായാലും ആ ഒരു ടീം വൈനോട്ട് സ്റ്റുഡിയോസ് അവരൊക്കെ എന്നെ വിശ്വസിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഞാനെന്ന താരതമ്യേന പുതിയ ആൾ, ഈ ഇൻഡസ്ട്രിയിലെ അമ്മാതിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത എന്നാൽ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന എന്നെ വിശ്വസിച്ചു എന്നത് ഭയങ്കര കാര്യമാണ്. എനിക്ക് സ്വയം അഭിമാനമുള്ളൊരു കാര്യമാണത്. അവർ ഇങ്ങനെ ഒരു വലിയ പ്രൊഡക്ഷൻ, ഇങ്ങനെ വലിയൊരു ഡയറക്ടർ, ഇങ്ങനെ ഒരു ക്രൂ എന്നെ വിശ്വസിച്ചു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പം കളങ്കാവും കൂടെ ഇറങ്ങി കഴിയുമ്പോൾ വേറെ റേഞ്ചാണ്. അല്ല, സിനിമ നന്നായിട്ട് വരട്ടെ എന്ന് മാത്രം വിചാരിക്കുന്നു. സിനിമയൊക്കെ നന്നായിട്ട് വരട്ടെ, നന്നായിട്ട് അല്ല, സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള എനിക്ക് വ്യക്തമാണ്. ഞാൻ പറയുന്നത് നമ്മൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ അതിനെ കൈയേക്കുക എന്നുള്ള വലിയൊരു കാര്യമുണ്ട്. അതിലേക്ക് എത്തണം. അത് എത്തും തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അത് എത്തും. പിന്നെ ബാക്കിയല്ല ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് നമുക്ക് കിട്ടാമോ അതൊക്കെ കിട്ടട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. അടുത്ത പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജൂഡ് സാറിൻ്റെ തുടക്കം. അതിൽ ഈ പറഞ്ഞ പോലെ പ്രണവിൻ്റെ സിസ്റ്ററാണ് ലീഡ്. അതിലും അഭിനയിക്കാൻ കുടുംബത്തിലുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ED ആയിഷയൊക്കെ എടുത്ത ആമിർ പള്ളിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രേംപാറ്റ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ നായകനാകുന്ന പുതിയ പടം വരുന്നുണ്ട്. നമ്മുടെ ജിതേഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള, നമ്മളെയൊക്കെ പോലെ തന്നെ സിനിമയിൽ ഈ പറഞ്ഞ ഈ ഇടിച്ചു കയറി വരിക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ എനിക്ക് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അവനെ വളർച്ച ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവൻ ആർട്ട് ഡയറക്ടറായിട്ട്, ആർട്ട് അസിസ്റ്റൻ്റായിട്ടൊക്കെ നിന്നിട്ട് സിനിമ കൂടെ പഠിച്ച് നിന്ന് സ്വന്തമായിട്ട് ഇപ്പോൾ സിനിമ ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ എനിക്കുണ്ട്. ഷറഫുദ്ദീൻ നായകനാകുന്ന പടമാണ് ട്രാവൽ. അതെ, നല്ലൊരു ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച് എനിക്കറിയാവുന്നതുകൊണ്ടുള്ള പറയണല്ലോ. അതെ, അതിലും നല്ല വേഷത്തിലുണ്ട്. അതെ, അതും വലിയ കമ്പനിയാണല്ലോ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും അതും നല്ല കമ്പനി, വലിയ യാത്രയാണ്. നല്ലൊരു പരിപാടിയാണ് എല്ലാം. എനിക്കിപ്പം ലൈനപ്പിലുള്ളതെല്ലാം നല്ല പരിപാടികളാണ്. അല്ല, എനിക്ക് ഈ വാഴയിലെ സീൻ, ഒരു അച്ഛൻ്റെ സീൻ പറഞ്ഞല്ലോ, അതിനുശേഷം ഈ ഒരു ക്യാരക്ടർ വേറൊരു രീതിക്കാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കണ്ണിലാണെങ്കിലും എവിടെയാണെങ്കിലും അഭിനയിക്കുന്ന എവിടെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ സിനിമയിൽ താങ്കൾ മൊത്തത്തിൽ അഭിനയിച്ചു കണ്ട, താങ്കൾ എല്ലാ മേഖലയും അഭിനയിച്ചു എന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ വേണമെന്നുള്ള വാശി പിടിച്ചത്. ഞാൻ വലിയ സന്തോഷമായി, അത് ഭയങ്കര സന്തോഷമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വാഴയുടെ പറഞ്ഞപ്പോഴാണ് വിപിൻ ദാസാണ് നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളിയാണ് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. അല്ല, ജോണിയാൻ്റെ ഒരുപാട് അച്ഛന്മാരുള്ള പടം. അതാ പറഞ്ഞത്. അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ പിള്ളേരെ കളിയിൽ അച്ഛന്മാർ കയറി സ്കോർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആ സിനിമ എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ എടാ വലിയ പരിപാടിയൊന്നുമല്ല പക്ഷെ ഉള്ള സാധനം നല്ലതായിരിക്കും, നിനക്ക് പെർഫോം ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേറെ നോക്കാനില്ല. നമ്മൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ വിളിച്ചിട്ട് ആ അവിടെ വേറെ ഒന്നുമില്ല, ചെല്ലുന്നു ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. കിഷ്കിന്താണ്ടം സെയിം. അതെ അതെ. ദിൻജിത്തിനോട് കക്ഷിയമ്മണിപ്പുള്ള ചെയ്യുന്ന സമയം തൊട്ട് ഞാൻ ചാൻസ് വെച്ച് തുടങ്ങിയത്. ഈ കിഷ്കിന്താണ്ടത്തിൽ എൻ്റെ ക്യാരക്ടർ വേറൊരു ആൾ ചെയ്യാനിരുന്നതാണ്. അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് വളരെ കുറച്ച് ദിവസം മുന്നേ വെച്ചിട്ട് അദ്ദേഹത്തിന് ബന്ധമുള്ള ഡേറ്റ് സീനും മറ്റും ആയ സമയത്ത് ഞാൻ ഇതിൻ്റെ പൂജ നടക്കുന്നു ഒരാഴ്ചയ്ക്കപ്പുറം പൂജയാണെന്ന് പറഞ്ഞിട്ട് പേഴ്സണലി ഒരു മെസ്സേജ് അയച്ച സമയത്താണ് ഇവർ ആ വേഷത്തിലേക്ക് ഒരു ആക്ടർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഓർമ്മ വരില്ലല്ലോ, നമുക്ക് ആ മൊമെൻറ്റിൽ ഓർമ്മ വരണമെന്നില്ല. കറക്റ്റ് സമയത്താണ് എൻ്റെ മെസ്സേജ് ചെയ്യുന്നത്, അടുത്ത ആഴ്ച പൂജയല്ലേ, ഓൾ ദ ബെസ്റ്റ്, നമുക്ക് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒറ്റ മെസ്സേജ് ഇട്ടുള്ളൂ. പിറ്റേ ദിവസമായപ്പോൾ അവിടുന്ന് പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കുകയാണ്, ആ ഡയറക്ടറാണ് നമ്പർ തന്നത്, ഇങ്ങനെ ഒരു 12 ദിവസത്തെ ഡേറ്റ് വേണം. ഞാൻ പറഞ്ഞ് എൻ്റെ അതേ ഉള്ളൂ തരാൻ, വേറെ ഒന്നുമില്ല, എടുത്തോ. 12 അല്ല 100 ദിവസം വേണമല്ലോ എടുത്തോ, എനിക്ക് വേറെ ഇതിലൊരു ബാധ്യതയില്ല ഡേറ്റിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് കിഷ്കിന്താണ്ടത്തിലേക്ക് വരുന്നത്. ഇതാ പറഞ്ഞത് ഓരോ ടൈമിൽ നമുക്ക്. അതെ അതെ. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ DA സീറെ എന്താ നല്ല 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 അഭിപ്രായം നേടി തിയേറ്ററിൽ ഉണ്ട്. എല്ലാവരും പോയി കാണണം, അത് അനുഭവിക്കണം, ആ ഒരു ഫീൽ അനുഭവിക്കണം. നമ്മൾ പേടി എന്ന് പറഞ്ഞ് മാറേണ്ട ഒരു സിനിമയല്ല, ആ പേടിയിൽ ഭയങ്കര ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം അത് ഫീൽ ചെയ്യുക, തിയേറ്ററിൽ വരിക. പിന്നെ പുറകെ കളങ്കാവൽ വരുന്നുണ്ട്, അതിനും എല്ലാവരും വരിക, തിയേറ്ററിൽ വരിക, കാണുക, വിജയിപ്പിക്കുക, എന്നും കൂടെ ചേർത്ത് നിർത്തുക. എനിക്ക് എത്രയോ പറയുള്ളൂ. സന്തോഷം. തീർച്ചയായിട്ടും എന്നും ചേർത്ത് നിർത്തും പ്രേക്ഷകർ. അതുകൊണ്ടാണല്ലോ ഓരോ സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് വരുന്നത്. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഡയറക്ടർമാരാണെങ്കിലും പ്രൊഡ്യൂസർമാരും വിളിക്കുന്നത്. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഒത്തിരി നല്ല സിനിമകൾ ചെയ്യുക, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, കൂടെ ഉണ്ടാവും സിനിമാ യാത്രയിൽ. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.